നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ജനുവരി 27-ാം തീയതി മകരമാസത്തിലെ കാർത്തിക നക്ഷത്രവും മുരുക ഭഗവാന് വിശേഷപ്പെട്ട ചൊവ്വാഴ്ചയും കൂടി ചേർന്ന് വരുന്ന അത്ഭുത ദിവസമാണ്. മകരമാസത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രം തൈ കൃത്തികൈ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നാളെ തൈ കൃത്തിക ദിവസം ആരംഭിക്കുന്ന ഈ ഒരു പരിഹാരം തുടർച്ചയായ 6 ദിവസം, അതായത് നാളെ ആരംഭിച്ച് 6ാമത്തെ ദിവസമായ തൈപ്പൂയ ദിവസം ഈ ഒരു വഴിപാട് പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്തു വരം ചോദിച്ചാലും അതുപോലെ തന്നെ നടക്കുന്നതാണ്. നാളെ തൈ കൃത്തിക മുതൽ ഫെബ്രുവരി 1-ാം തീയതി തൈപ്പൂയം വരെയുള്ള 6 ദിവസങ്ങളിൽ മുരുക ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ചെയ്യുന്ന ഈ ഒരു പ്രത്യേക വഴിപാടിലൂടെ കുടുംബത്തിലെ കടബാധ്യതകൾ മാറിക്കിട്ടുന്നതാണ്. മാത്രമല്ല, സ്വന്തമായി വീടെന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതുമാണ്. ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി കാർത്തിക നക്ഷത്രം എന്നത് മുരുക ഭഗവാനെ പാലൂട്ടി വളർത്തിയ 6 കാർത്തിക മാതാക്കളെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കേണ്ട അത്ഭുതകരമായ ദിവസമാണ്. മാത്രമല്ല, ഇത്രയേറെ വിശേഷപ്പെട്ട ഈ കാർത്തിക നക്ഷത്രം നാളെ ഭഗവാന് വിശേഷപ്പെട്ട ചൊവ്വാഴ്ചയോട് ചേർന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൈ കൃത്തികയ്ക്ക് അത്യപൂർവ സവിശേഷതയാണുള്ളത്. പൊതുവായി കടം സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പ്രധാനമായും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ചൊവ്വ ഭഗവാനെയാണ്. ചൊവ്വ ഭഗവാന്റെ അധിപതി സാക്ഷാൽ മുരുക ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ആരംഭിക്കുന്ന ഈ ഒരു പരിഹാരത്തിലൂടെ നിങ്ങൾ ചോദിക്കുന്ന വരം നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ്. മകരമാസത്തിലെ കാർത്തിക നക്ഷത്രം ജനുവരി 27-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9:21 ആരംഭിച്ച് ജനുവരി 28-ാം തീയതി ബുധനാഴ്ച രാവിലെ 7:42 അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം നാളെ ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് 6-നും 7-നും ഇടയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം. ഫെബ്രുവരി 1-ാം തീയതി ഞായറാഴ്ചയാണ് തൈപ്പൂയം വരുന്നത്. മകരമാസത്തിൽ വരുന്ന പൗർണമിയും പൂയം നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് തൈപ്പൂയം വരുന്നത്. മുരുക ഭഗവാന് വേണ്ടിയുള്ള വഴിപാട് മാത്രമല്ല, സമസ്ത ദേവീ ദേവന്മാരെയും പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അത്ഭുതകരമായ ദിവസമാണിത്. സന്താന ഭാഗ്യം ഇല്ലാത്തവർ, ഒരുപാട് നാളായി വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ, മാത്രമല്ല നല്ല ജോലി ലഭിക്കാത്തവർ, അങ്ങനെ നിങ്ങളുടെ ഏതൊരു പ്രശ്നമാണെങ്കിലും ഏതൊരാഗ്രഹമാണെങ്കിലും ഈ തൈപ്പൂയ ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെ ചൊവ്വാഴ്ചയും മകരമാസത്തിലെ കാർത്തിക നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന ഈ അതിശക്തിയാർന്ന ദിവസം ഒരു കാരണവശാലും ആരും നഷ്ടപ്പെടുത്തരുത്. ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനായി പ്രധാനമായും വേണ്ടത് ഒരു പിടി തുവരപ്പരിപ്പാണ്. ഇതുകൂടാതെ ഒരു കഷ്ണം ഉണക്കമഞ്ഞൾ, ഇനി 6 നാണയത്തുട്ടുകൾ. ഇത്രയുമാണ് ഈ ഒരു പരിഹാരത്തിനായി ആവശ്യമുള്ളത്. നാളെ സന്ധ്യയ്ക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് വെച്ചതിന് ശേഷം മുരുക ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനു മുൻപാകെ ഒരു ദീപം കൊളുത്തുക. വിളക്ക് കൊളുത്തിയതിനു ശേഷം ഭഗവാന് എന്തെങ്കിലും ഒരു നൈവേദ്യം സമർപ്പിക്കേണ്ടതാണ്. പഞ്ചാമൃതമോ പാലോ പാനകമോ അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ, അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ളത് ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അത് ഭഗവാനോട് പറഞ്ഞ് നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു തട്ടിൽ ഒരു പിടി തുവരപ്പരിപ്പ് നിരത്തുക. പിന്നീട് തുവരപ്പരിപ്പിന് മുകളിലായി ഒരു മഞ്ഞൾ കഷ്ണം കൂടി വയ്ക്കുക. അതിനുശേഷം 1 രൂപ നാണയം നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് ആദ്യം ഗണപതി ഭഗവാനെയും പിന്നീട് മുരുകനെയും അതിനുശേഷം ലക്ഷ്മി ദേവിയെയും നല്ലതുപോലെ പ്രാർത്ഥിക്കുക. കടബാധ്യതകൾ തീരാനും സ്വന്തമായി വീട് വാങ്ങാനും മറ്റു തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും ഇനി ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അതും ഭഗവാനോട് പറഞ്ഞു പ്രാർത്ഥിക്കുക. നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം കയ്യിലുള്ള ആ 1 രൂപ നാണയം തുവരപ്പരിപ്പിന് മുകളിലായി വെക്കുക. ഇതുപോലെ പിന്നീടുള്ള 5 ദിവസവും ഓരോ നാണയം വീതം പ്രാർത്ഥിച്ച് തുവരപ്പരിപ്പിന് മുകളിൽ വെക്കുക. ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെ 6-ാം ദിവസം, അതായത് തൈപ്പൂയ ദിവസം 6 നാണയങ്ങൾ തുവരപ്പരിപ്പിന് മുകളിലുണ്ടാകും. തൈപ്പൂയ ദിവസം
അടുത്തുള്ള മുരുക ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മുരുകൻ ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിലോ ദർശനം നടത്തി നല്ലതുപോലെ തൊഴുത് പ്രാർത്ഥിച്ച് ഈ നാണയങ്ങൾ അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി മഞ്ഞൾ കഷ്ണം ഒരു ചെറിയ ബോക്സിലാക്കി നിങ്ങളുടെ കിച്ചണിൽ വെക്കുക. ഇനി തുവരപ്പരിപ്പ് പക്ഷികൾക്ക് ഭക്ഷണമായി നൽകാവുന്നതാണ്, അല്ലെങ്കിൽ പുഴയിലോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലോ ഒഴുക്കിക്കളയാവുന്നതുമാണ്. മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രധാനപ്പെട്ട 6 ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുന്നതാണ്. ഇതിനെല്ലാം ഉപരി നിങ്ങളുടെ കുടുംബത്തിൽ വളരെ വലിയ പുരോഗതി ഉണ്ടാകുന്നതുമാണ്. നാളെ തൈ കൃത്തിക മുതൽ തൈപ്പൂയം വരെയുള്ള ഈ 6 ദിവസം ഈ വഴിപാട് കൃത്യമായി ചെയ്യുന്നതിലൂടെ വിട്ടുമാറാത്ത സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് തീർച്ചയായും പരിഹാരമുണ്ടാകുന്നതാണ്. മാത്രമല്ല, കുടുംബത്തിൽ കോടീശ്വര യോഗം വന്നു ചേരുകയും മഹാലക്ഷ്മിയുടെയും ലക്ഷ്മി കുബേരന്റെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ്. ഇനി നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതാണ്. മാത്രമല്ല, ദീർഘനാളായി കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യവും, വിവാഹം നടക്കുവാൻ വൈകുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി വിവാഹം വളരെ വേഗത്തിൽ നടക്കുവാനുള്ള ഭാഗ്യവും ലഭിക്കുന്നതാണ്. ഇനി അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങൾ നീങ്ങുവാനും ഈ ഒരു വഴിപാടിലൂടെ സാധിക്കുന്നതാണ്. വാടക വീട്ടിൽ താമസിക്കുന്നവരുടെ സ്വന്തമായി വീടെന്ന സ്വപ്നം സഫലമാവുകയും ഭൂമി, വീട് അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് സംബന്ധമായി കോടതിയിലുള്ള കേസുകളിൽ അനുകൂലമായ വിധി നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. 6 ദിവസങ്ങളിലായി നിങ്ങൾ ഭഗവാനോട് പറയുന്ന 6 പ്രധാന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അതേപടി സഫലമാകുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി മുരുക ഭക്തർക്ക് ഏറ്റവും വിശേഷപ്പെട്ട സ്കന്ദഷഷ്ഠി വ്രതം 6 ദിവസം അനുഷ്ഠിക്കുന്നതിന് തുല്യമായ ഫലം ഈ ലളിതമായ വഴിപാടിലൂടെ ലഭിക്കുന്നതുമാണ്. സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ തൈപ്പൂയത്തിന് മുൻപുള്ള 6 ദിവസം വ്രതം എടുക്കുന്നവരുണ്ട്. ഇനി തൈപ്പൂയ ദിവസം മാത്രമായും വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തരുണ്ട്. വ്രതം എടുക്കുന്നവരാണെങ്കിലും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരാണെങ്കിലും ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ വഴിപാട് കൃത്യമായി ചെയ്താൽ 6 ദിവസം വ്രതം എടുക്കുന്നതിന് തുല്യമായ ഫലം ലഭിക്കുക മാത്രമല്ല, നിങ്ങളുടെ 6 ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരുന്നതുമാണ്. നാളെ മുതൽ തുടർച്ചയായി 6 ദിവസം മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ചൊവ്വാദോഷങ്ങൾ അകന്ന് ചൊവ്വ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുക മാത്രമല്ല, ചൊവ്വയുടെ അധിപനായ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ചൊവ്വാദോഷ ഫലങ്ങളുടെ കാഠിന്യം കുറയുന്നതുമാണ്. അതിനുവേണ്ടിയാണ് ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും തുവരപ്പരിപ്പ് ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ കാരകനായ ചൊവ്വയുടെ അനുഗ്രഹം ലഭിക്കുന്നതോടുകൂടി സ്വന്തമായി വീട് വാങ്ങുവാനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുന്നതുമാണ്. അതുകൊണ്ട് നാളത്തെ ഈ ഒരു അവസരം ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. എല്ലാവർക്കും മുരുക ഭഗവാന്റെയും ചൊവ്വ ഭഗവാന്റെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.